നമ്മുടെ ചുറ്റും തട്ടിപ്പുകാർ കണ്ണും കാതും തുറന്നിരിക്കുകയാണെന്നും അവർ എല്ലാ മനുഷ്യൻ്റെയും പോക്കറ്റടിക്കാൻ പദ്ധതിയിടുകയാണെന്നും തിരിച്ചറിഞ്ഞ് അതിനോട് ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം സെലിബ്രിറ്റികൾക്കുണ്ട്. അവരത് ചെയ്യുന്നില്ല എന്നതിന് തെളിവാണ് ജയസൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ജയസൂര്യ ഇതിൻ്റെ പേരിൽ ജയിലിലാകും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയൊരു തട്ടിപ്പും ആ തട്ടിപ്പിനെ ജയസൂര്യ നൽകിയ ഒരു പ്രൊമോഷനും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ജയസൂര്യ പറഞ്ഞതുകൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യരിൽ പലരും ഇതിനു വേണ്ടി പണം നിക്ഷേപിച്ചത്. സ്വാതിക് റഹീം എന്ന തൃശ്ശൂരുകാരനാണ് ഈ തട്ടിപ്പിന്റെ സൂത്രധാരത്വം വഹിച്ചത്. 10 വർഷം മുമ്പ് 2015 തൃശ്ശൂർ വടക്കാഞ്ചേരി പ്രദേശങ്ങളിൽ തട്ടിപ്പ് തുടങ്ങിയ മനുഷ്യനാണ് സ്വാതിക്. അക്കാലത്ത് ഇയാൾ ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഈ സ്റ്റുഡിയോകളിൽ പോയി ക്യാമറകൾ കടം വാങ്ങി അത് കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറകൾ തട്ടിക്കൊണ്ടുപോയി വിറ്റു എന്നതിന് പേരിൽ ഈ സ്വാതിക് റഹീമിന്റെ പേരിൽ കേസുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വാതിക് റഹീം സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമായി രംഗത്തിറങ്ങുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും വാങ്ങാം ഈ ആപ്പിലൂടെ. 1000 രൂപ കൊടുത്താൽ 50,000 രൂപയുടെ ലാപ്ടോപ്പ് കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. അതായത് eBay മോഡലിൽ ബിഡിംഗ് സംവിധാനം. സേവ് ബോക്സ് എക്സ്പ്രസ് എന്ന പേരിൽ ആമസോൺ മോഡലിൽ ഒരു ഡെലിവറി സ്ഥാപനവും സ്വാതിക് റഹീം തുടങ്ങി വെച്ചു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധനങ്ങൾ ഇതുവഴി അയക്കാം, വാങ്ങാം, ഇതൊക്കെയായിരുന്നു പരിപാടി. ഈ തട്ടിപ്പ് കമ്പനികളുടെയൊക്കെ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പിരിച്ചു. കൂടാതെയാണ് ആളുകൾ നേരിട്ട് ഈ തട്ടിപ്പിൽ ഇരയായി പണം നഷ്ടപ്പെട്ടത്. യാതൊരു വിധത്തിലുള്ള മെറിറ്റും പരിശോധിക്കാതെ സ്വാതിക് റഹീമിന്റെ തട്ടിപ്പിനെ ജയസൂര്യ കുടപിടിച്ചു. ഏതാണ്ട് 2 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റി എന്നാണ് ആരോപണമുള്ളത്. ED ജയസൂര്യയോട് ചോദിക്കുന്നതും ഇതിന് എത്ര രൂപ പ്രതിഫലം കൈപ്പറ്റി, അതെങ്ങനെ കൈപ്പറ്റി എന്നതാണ്. അത് കള്ളപ്പണ ഇടപാട് വഴിയാണ് കൈപ്പറ്റിയതെങ്കിൽ, അതായത് ബാങ്കുകളിലൂടെ രേഖാമൂലമല്ല നൽകിയിരിക്കുന്നതെങ്കിൽ കൂടുതൽ ഗൗരവമേറിയ വിഷയമാണ്.